എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ സർവീസസ്, നാലും ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ 4 പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 1 ഫിനാൻഷ്യൽ മാർക്കറ്റ്, 2 ഫിനാൻഷ്യൽ അസറ്റ്, 3 ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 4 ഫിനാൻഷ്യൽ സർവീസസ്. അതിൽ ഫിനാൻഷ്യൽ സർവീസസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഫിനാൻഷ്യൽ സർവീസസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സർവീസസ് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ്, നോർമലി ഒരു സർവീസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ 4 പാർട്ടുണ്ടല്ലോ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ 4 പാർട്ട്. ഒന്നാമത്തെ ഏതായിരുന്നു? ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താ? ട്രാൻസാക്ഷൻ നടക്കുന്ന പ്ലേസ്. ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന ആ ഒരു പ്ലേസിനെ വിളിച്ച പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതിനെ നമ്മൾ ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് ഡിവൈഡ് ചെയ്യുകയും പിന്നീട് നമ്മൾ അതിനെ മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ പറഞ്ഞ ഡിവൈഡ് ചെയ്തൊക്കെ പഠിച്ചതാണ്. രണ്ടാമത്തെ ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഫിനാൻഷ്യൽ അസറ്റ് എന്നോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്നോ പറയാം. നമ്മൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്താണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. മൂന്നാമത് വരുന്നത് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഒരു ട്രാൻസാക്ഷനെ സഹായിക്കുന്ന, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ആ എക്സ്ചേഞ്ചിനെ സഹായിക്കുന്ന മറ്റ് വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ഒക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കുകളൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. ഇനി വരുന്ന 4ാമത്തെ ഭാഗം, ഈ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ 4ാമത്തെ ഭാഗമാണ് ഫിനാൻഷ്യൽ സർവീസസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നു. എന്താണ് ഫിനാൻഷ്യൽ സർവീസസ്? നമുക്ക് ആദ്യം ഒരു ഫിനാൻഷ്യൽ സർവീസ് എന്താണെന്നുള്ളതിന്റെ മീനിങ് നോക്കാം. ഫിനാൻഷ്യൽ സർവീസ് മീൻസ് all type of activities that are of financial nature. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് എന്താ? ഫിനാൻഷ്യൽ സർവീസ് മീൻസ് all type of activities that are of financial nature. സാമ്പത്തിക സ്വഭാവമുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയാം. ഫിനാൻഷ്യൽ സർവീസസ് മീൻസ് all type of activities that are of financial nature. സാമ്പത്തിക സ്വഭാവമുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുവാൻ സാധിക്കും. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇൻ എ ബ്രോഡ് സെൻസ്, ഫിനാൻഷ്യൽ സർവീസ് മീൻസ് മൊബിലൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് സേവിങ്സ്. 2 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന് മൊബിലൈസിങ്, മൊബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക. അലോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വീതിച്ചു കൊടുക്കുക, അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ 2 കാര്യങ്ങൾ. എന്തിൻ്റെയാ? സേവിങ്സിന്റെ. സമ്പാദ്യം സ്വീകരിക്കുന്നു, സമ്പാദ്യം വിതരണം ചെയ്യുന്നു. അതാണ് മൊബിലൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് സേവിങ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി എ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഫണ്ടിന്റെ ആവശ്യം വരുന്നു, ക്യാപിറ്റലിന്റെ ആവശ്യം വരുന്നു. എ എന്ത് ചെയ്യും? അവരുടെ കൈവശമുള്ള ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. എക്ക് എന്ത് ആവശ്യമുണ്ട്? എക്ക് ഫണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് എ എന്ത് ഇഷ്യൂ ചെയ്തു? ഷെയർ ഇഷ്യൂ ചെയ്തു. എന്നെ പോലെയുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ ആ ഷെയർ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും, ഷെയർ വാങ്ങും. ഞാൻ ഷെയർ വാങ്ങുമ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന എൻ്റെ സേവിങ്സ് എവിടേക്ക് പോകും? കമ്പനിയിലേക്ക് പോകും. അപ്പൊ സേവിങ്സ് എവിടെ നിന്ന് പോയി? ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് സേവിങ്സ് എവിടേക്ക് പോയി? കമ്പനിയിലേക്ക് പോയി. അതാണ് മൊബിലൈസിങ് എന്ന് പറഞ്ഞാൽ. ഇത് എന്നെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് സേവിങ്സ് കളക്ട് ചെയ്യുന്നു, സമ്പാദ്യം കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് അലോക്കേറ്റ് ചെയ്യുന്നു. ഈ സേവിങ്സ് ആർക്കാണോ ആവശ്യമുള്ളത്, പ്രധാനമായിട്ടും ആരാ? കമ്പനികളാണ്. കമ്പനികൾക്കാണ് സേവിങ്സ് ഫണ്ട് ആവശ്യമുള്ളത്. അപ്പൊ ഈ ഫണ്ട് എവിടെകളിൽ എത്തിക്കുന്നു? കമ്പനികളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ നടക്കുന്ന സേവിങ്സ് കളക്ട് ചെയ്യുകയും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫിനാൻഷ്യൽ സർവീസസ് എന്ന് വിളിക്കാം. കമ്പനികൾ അവർക്ക് ഫണ്ട് ആവശ്യം വരുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യും. സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് കമ്പനിക്ക് ആവശ്യമുള്ള സേവിങ്സ് എന്ത് ചെയ്യും? കൊടുക്കും. ഇവിടെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. എന്റെ സേവിങ്സാ, ഞാൻ എൻ്റെ കയ്യിൽ കുറെ ക്യാഷ് വെറുതെ സമ്പാദിച്ച് വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അതിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ കഴിയണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ
എൻ്റെ കയ്യിൽ വെറുതെ ഇരുന്ന ആ ക്യാഷ്, ആ സേവിങ്സ് അവിടെ എന്തായിട്ട് മാറുക? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുക. അപ്പൊ സേവിങ്സ് എന്തായിട്ട് മാറും? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. അങ്ങനെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറാൻ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ സർവീസസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ സേവിങ്സ് എന്ത് ചെയ്യുന്നു? മൊബിലൈസ് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ സേവിങ്സ് ആർക്കാണോ ആവശ്യമുള്ളത്, അതാർക്ക? കമ്പനികൾക്ക്. ആ കമ്പനികളിലേക്ക് നമ്മൾ ആ സേവിങ്സ് എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സർവീസസ്. ഒറ്റ വാക്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, എന്താണ്? മൊബിലൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് സേവിങ്സ്. സമ്പാദ്യം ശേഖരിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫിനാൻഷ്യൽ സർവീസസ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ സർവീസ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ്. ഇതൊരു പ്രവർത്തനമാണ്, പ്രക്രിയയാണ്. എ പ്രോസസ് ബൈ വിച്ച് ഫണ്ട്സ് ആർ മൊബിലൈസ്ഡ് ഫ്രം ലാർജ് നമ്പർ ഓഫ് സെർവേഴ്സ്. എന്നെ പോലെ ക്യാഷ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം സേവേഴ്സിന്റെ കയ്യിൽ നിന്നും എന്ത് കളക്ട് ചെയ്യുന്നു? ഫണ്ട് കളക്ട് ചെയ്യുന്നു. ഫണ്ട്സ് ആർ മൊബിലൈസ്ഡ് ഫ്രം ലാർജ് നമ്പർ ഓഫ് സെർവേഴ്സ് ആൻഡ് ഈ ക്യാഷ് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ആൻഡ് മെയ്ഡ് അവൈലബിൾ ടു ഓൾ ദോസ് ഹൂ ആർ ഇൻ നീഡ്. ആർക്കാണ് ഈ ഫണ്ട് ആവശ്യമുള്ളത്, ഈ സേവിങ്സ് ആവശ്യമുള്ളത്, അവർക്ക് ആ ഫണ്ട് എന്ത് ചെയ്യുന്നു? അവൈലബിൾ ആക്കുന്നു, ലഭ്യമാക്കുന്നു. പർട്ടിക്കുലർലി കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ്. എപ്പോഴും ഈ ഫണ്ട് ആവശ്യമുള്ള ആൾക്കാർ ആരൊക്കെ ആയിരിക്കും? കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ആയിരിക്കും, കമ്പനികളായിരിക്കും. എന്ത് ചെയ്യുന്നു? സേവേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുകയും ആ ഫണ്ട് ആവശ്യമുള്ള, അതായത് പ്രധാനമായ കമ്പനികളിലേക്ക് ആ ഫണ്ട് എത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സർവീസസ്. ഇങ്ങനെ ഇങ്ങോട്ട് എഴുതാൽ മതി. എന്താ? ഫണ്ട്സ് ആർ മൊബിലൈസ്ഡ് ഫ്രം ലാർജ് നമ്പർ ഓഫ് സെർവേഴ്സ്. ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ നിന്ന്, സേവേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നു. ഫണ്ട്സ് ആർ മൊബിലൈസ്ഡ് ഫ്രം ലാർജ് നമ്പർ ഓഫ് സെർവേഴ്സ് ആൻഡ് മെയ്ഡ് അവൈലബിൾ, ലഭ്യമാക്കുന്നു. ആർക്ക്? ആൻഡ് മെയ്ഡ് അവൈലബിൾ ടു ഓൾ ദോസ് ഹൂ ആർ ഇൻ നീഡ്. ഈ ഫണ്ട്, ഈ സേവിങ്സ് ആർക്കാണോ ആവശ്യമുള്ളത്, പ്രധാനമായിട്ടും കമ്പനികളാണ്, അവരിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ഫണ്ട് എത്തിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സിനെ, ആ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. ഇപ്പൊ സേവിങ്സ് ഇവിടെ എന്തായിട്ട് മാറുന്നു? സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നു. സേവിങ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കൈവശം ഇരിക്കുന്ന ക്യാഷ്, സേവിങ്സ് അത് അൺപ്രൊഡക്റ്റീവാ. ഒരു പ്രൊഡക്ഷനും ഇല്ലാതെ അൺപ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന ക്യാഷ് ആണ് സേവിങ്സ്. ഈ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈ സേവിങ്സ് കമ്പനിയിലേക്ക് എത്തുമ്പോൾ, സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ആവുമ്പോൾ ആ സേവിങ്സ് എന്തായിട്ട് മാറുക? പ്രൊഡക്റ്റീവായിട്ട് മാറുക. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സേവിങ്സ് പ്രൊഡക്റ്റീവായിട്ട് മാറുന്നു. സേവിങ്സ് എന്ന് പറയുമ്പോൾ ആ സേവിങ്സ് ക്യാഷ് എന്തല്ല? പ്രൊഡക്റ്റീവ് അല്ല. അപ്പോൾ അൺപ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന ക്യാഷിനെ എന്തായിട്ട് മാറ്റുന്നു? പ്രൊഡക്റ്റീവായിട്ട് മാറ്റുന്നു. അതാണ് എന്തുവാ? ഫിനാൻഷ്യൽ സർവീസസ്. എൻ്റെ കയ്യിൽ ക്യാഷ് വെറുതെ ഇരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല. എനിക്കിത് എന്ത് ചെയ്താൽ, അത് ഉപയോഗിച്ച് ഞാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, ഭാവിയിൽ റിട്ടേൺ കിട്ടുകയുള്ളൂ. അപ്പൊ അതിന് സഹായിക്കുന്ന സേവേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് ഈ ഫണ്ട് ആർക്കാണോ ആവശ്യമുള്ളത്, അതായത് പ്രധാനമായും കമ്പനികളിലേക്ക് ഈ ഫണ്ട് എത്തിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തനങ്ങളെ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. നമുക്ക് പ്രധാനമായിട്ടും ഈ ഫിനാൻഷ്യൽ സർവീസസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫണ്ട് ബേസ്ഡ് സർവീസസും നോൺ ഫണ്ട് ബേസ്ഡ് സർവീസസും. നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ സർവീസസ് ആർ ക്ലാസിഫൈഡ് ആസ് ഫണ്ട് ബേസ്ഡ് സർവീസസ് ആൻഡ് ഫീ ബേസ്ഡ് സർവീസസ് ഓർ നോൺ ഫണ്ട് ബേസ്ഡ്. ഇത് ഫണ്ട് ബേസ്ഡ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് നോൺ ഫണ്ട് ബേസ്ഡ്. നോൺ ഫണ്ട് ബേസ്ഡ് തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫീ ബേസ്ഡ് സർവീസസ്. അപ്പൊ ഫണ്ട് ബേസ്ഡ് സർവീസസ്, അല്ലെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഫിനാൻഷ്യൽ സർവീസസിന് ഉള്ളത്. ഒന്ന് ഫണ്ട് ബേസ്ഡ് സർവീസസ്, രണ്ട് ഫീ ബേസ്ഡ് സർവീസസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോൺ ഫണ്ട് ബേസ്ഡ് സർവീസസ്. കണ്ടോ? ഇനി നമുക്ക് എന്ത് നോക്കാം? ഒന്നാമത്തെ കാറ്റഗറി. എന്താണ് ഫണ്ട് ബേസ്ഡ് സർവീസസ്? ഫണ്ട് ബേസ്ഡ് സർവീസസ് ആർ ദോസ് വെയർ ഫണ്ട്സ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻവോൾവ്ഡ്. അപ്പോൾ ഒരു സർവീസിനെ ഫണ്ട് ബേസ്ഡ് സർവീസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ഫണ്ട് ഇൻവോൾവ് ആയിരിക്കണം, ഫണ്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്കതിന് എന്തെന്ന് പറയാൻ പറ്റൂ? ഫണ്ട് ബേസ്ഡ് സർവീസസ് എന്ന് പറയാൻ കഴിയൂ. പ്രധാനപ്പെട്ട ഫണ്ട് ബേസ്ഡ് സർവീസ് ഏതൊക്കെയാണ് നമ്മൾ താഴെയിട്ട് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ പറഞ്ഞ മീനിങ് മനസ്സിലായാലോ? അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സർവീസസ് തന്നെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫണ്ട് ബേസ്ഡ് സർവീസസ്, രണ്ട് നോൺ ഫണ്ട് ബേസ്ഡ് സർവീസസ്. അപ്പോൾ ഫണ്ട് ബേസ്ഡ് സർവീസസിനെ
നമ്മൾ എന്തോ പറഞ്ഞേ, ഒരു സർവീസിനെ, ഒരു ഫിനാൻഷ്യൽ സർവീസിനെ ഫണ്ട് ബേസ്ഡ് സർവീസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ഫണ്ട് അവിടെ ഇൻവോൾവ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ട് ബേസ്ഡ് സർവീസസ്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫണ്ട് ബേസ്ഡ് സർവീസസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എക്യുപ്മെന്റ് ലീസിംഗ് ഓർ എക്യുപ്മെന്റ് ഫൈനാൻസ്. എക്യുപ്മെന്റ് ലീസിംഗ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഫൈനാൻസ്. ലീസിംഗ് ആണ്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി ഈ പാട്ടത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുന്ന അതേ അർത്ഥം തന്നെയാണ് ലീസിംഗ്. ഇവിടെ രണ്ട് ആൾക്കാർ കാണും, ഒരു ലെസ്സറും ഒരു ലെസ്സിയും. ഇപ്പൊ ലീസിങ്ങിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരാണ് ലെസ്സർ, ലെസ്സി. ലെസ്സർ അയാൾ പർച്ചേസ് ചെയ്ത ഏതെങ്കിലും ഒരു അസറ്റ് ഈ ലെസ്സിക്ക് ഹയർ കൊടുക്കുന്നു, ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പൊ ഈ അസറ്റ് എടുത്ത വ്യക്തി ആരാ? ലെസ്സി. ഇതിന് പകരമായിട്ട് ഇയാൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? റിട്ടേൺ എന്ന പേരിൽ റെന്റ് കൊടുക്കേണ്ടി വരും. ആ ഒരു എഗ്രിമെന്റിനെ, ആ ഒരു കോൺട്രാക്ടിനെ വിളിക്കുന്ന പേരാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ലീസിംഗ് ആണല്ലോ. ഞാൻ പറഞ്ഞ എന്തുവാ, രണ്ട് ആൾക്കാരുണ്ട്, ലെസ്സറും ലെസ്സിയും. അപ്പോൾ ലീസിംഗ് എന്ന് പറയുന്ന ആ കോൺട്രാക്ടിനകത്ത് പ്രധാനമായും രണ്ട് ആൾക്കാരാണുള്ളത്, ലെസ്സറും ലെസ്സിയും. രണ്ടുപേരുണ്ട്. ലെസ്സർ അയാള് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി വേറൊരാൾക്ക് കൊടുക്കുന്നു, ലെസ്സിക്ക് കൊടുക്കുന്നു. ഇപ്പൊ ലെസ്സിയുടെ കയ്യിൽ അസറ്റ് വരും. ലെസ്സി ആയിരിക്കും അസറ്റ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിന് പ്രത്യുപകാരമായിട്ട് ഒരു വാടക, റെന്റ് ആർക്ക് കൊടുക്കും? ലെസ്സറിന് കൊടുക്കും. ഈ ഒരു കോൺട്രാക്ടിനെ വിളിക്കുന്ന പേരാണ് ലീസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. ലീസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് വെയർ ബൈ. കണ്ടാ, ലീസ് എന്താണ്? ഒരു കോൺട്രാക്ട് ആണ്. ലീസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് വെയർ ബൈ ദ ഓണർ ഓഫ് ആൻ അസറ്റ്. അയാളെ വിളിക്കുന്ന പേരാണ് ലെസ്സർ. ദ ഓണർ ഓഫ് ആൻ അസറ്റ്. അസറ്റിന്റെ ആ ഉടമസ്ഥനെ വിളിക്കുന്ന പേരാണ് ലെസ്സർ. ഇപ്പൊ ഞാനാണ്, എന്റെ സ്വന്തമാണ് അസറ്റ് എങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് ലെസ്സർ. ലീസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് വെയർ ബൈ ദ ഓണർ ഓഫ് ആൻ അസറ്റ്, ലെസ്സർ, ഗ്രാൻസ് നൽകുന്നു, ഗ്രാൻസ് ടു അനദർ പാർട്ടി, ആർക്ക്? ലെസ്സി, ആൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ് ദ അസറ്റ്. അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം വേറൊരാൾക്ക് നൽകുന്നു. ഞാൻ, അസറ്റിന്റെ ഓണറായ ഞാൻ, എന്റെ അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം വേറൊരാൾക്ക് കൊടുക്കുന്നു. അപ്പൊ അസറ്റിന്റെ ഉടമസ്ഥനായ എന്നെ വിളിക്കുന്ന പേര് ലെസ്സർ. ഈ അവകാശം കിട്ടിയ, ഞാൻ ആർക്കാണോ ഇത് നൽകുന്നത് ആ വ്യക്തിയെ വിളിക്കുന്ന പേര് ലെസ്സി എന്ന് വിളിക്കും. ഇനി എന്താ? യൂഷ്വലി ഫോർ എ എഗ്രീഡ് പീരീഡ്. ആ എഗ്രിമെന്റിൽ പറഞ്ഞേക്കുന്ന പീരീഡ് ഓഫ് ടൈം എത്രയാണോ ആ ഒരു നിശ്ചിത സമയത്തേക്കായിരിക്കും ഈ അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം ആർക്ക്? ലെസ്സിക്ക്. ഇൻ റിട്ടേൺ ഫോർ ദ പേയ്മെന്റ് ഓഫ് റെന്റ്. റിട്ടേൺ എന്നുള്ള നിലയിൽ എന്ത് കൊടുക്കേണ്ടി വരും? ലെസ്സി ലെസ്സർക്ക് ആ അസറ്റ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് റെന്റ് കൊടുക്കേണ്ടി വരും. ഈ കോൺട്രാക്ടിനെ വിളിക്കുന്ന പേരാണ് ലീസിംഗ്. ഏതിന് എക്സാമ്പിളാ? ഫണ്ട് ബേസ്ഡ് സർവീസസിന് ഒരു എക്സാമ്പിൾ ആണ് ഏത്? ലീസിംഗ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ലീസിംഗ് ഒരു കോൺട്രാക്ട് ആണ്. രണ്ട് വ്യക്തികളാണ് ഉള്ളത്, ലെസ്സറും ലെസ്സിയും. അസറ്റിന്റെ ഓണർ ആരാണോ അയാളെ വിളിക്കുന്ന പേരാണ് ലെസ്സർ. എന്ത് ചെയ്യുന്നു? ഈ അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം വേറൊരാൾക്ക് കൊടുക്കുന്നു. ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ലെസ്സി. ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഒരു റെന്റ് ലെസ്സർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു ടൈം പീരീഡിലേക്ക് മാത്രമായിരിക്കും ഈ റൈറ്റ്സ് ആർക്ക് കിട്ടുക? ലെസ്സി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുക. ഈ കോൺട്രാക്ടിനെ വിളിക്കുന്ന പേരാണ് ലീസിംഗ്. ഇത് ഇതിന് എക്സാമ്പിൾ ആണ്. ഇത് ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസിന് എക്സാമ്പിൾ ആണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇപ്പൊ ലീസിംഗ് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ലീസിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജനറലി ഏതൊക്കെയാണ് ഫണ്ട് ബേസ്ഡ് സർവീസ് ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഈ പോയിന്റ്സ് ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കേ, ഹയർ പർച്ചേസ് ആൻഡ് കൺസ്യൂമർ ക്രെഡിറ്റ്. ഹയർ പർച്ചേസ് അതും ഒരു ഫിനാൻഷ്യൽ, ഒരു ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസ് ആണ് ഹയർ പർച്ചേസ്. ഇവിടെ രണ്ട് ആൾക്കാരാണ് ഉള്ളത്, ഹയർ പർച്ചേസറും ഹയർ വെൻഡറും. ഗുഡ്സ് സെയിൽ ചെയ്യുന്ന, വിൽക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് ഹയർ വെൻഡർ, വാങ്ങുന്നയാളിനെ വിളിക്കുന്ന പേര് ഹയർ പർച്ചേസർ. ഹയർ വെൻഡർ അയാളെ കൈവശം പിടിക്കുന്ന ഗുഡ്സ് ആർക്ക് വിൽക്കുന്നു? ഹയർ പർച്ചേസറിന് വിൽക്കുന്നു. വാങ്ങുന്നയാളാണ് ഹയർ പർച്ചേസർ ആണ്. ഈ വാങ്ങിച്ചുകൊണ്ട് പോയ ഗുഡ്സിന്റെ തുക ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്താൽ മതി. ആദ്യം ഒരു ഡൗൺ പേയ്മെന്റ് അടയ്ക്കണം. ഈ അസറ്റിന്റെ അല്ലെങ്കിൽ ഗുഡ്സിന്റെ പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് ഒരു നിശ്ചിത തുക ആദ്യം ഡൗൺ പേയ്മെന്റ് അടയ്ക്കണം. ബാക്കി വരുന്ന തുക പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടി ചേർത്ത്
മന്ത്ലിയോ ഹാഫ് ഇയർലിയോ ഇയർലിയോ എങ്ങനെ വേണമെങ്കിലും എന്തായിട്ട് അടയ്ക്കാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹയർ പർച്ചേസ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, അവസാനത്തെ ഇൻസ്റ്റാൾമെന്റും പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഗുഡ്സിന്റെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം വാങ്ങിയ ആളിന് ഹയർ പർച്ചേസർക്ക് കിട്ടൂ. അല്ലാതെ എന്ത് മാത്രമേ ഉള്ളൂ? പൊസഷൻ മാത്രമേ ഉള്ളൂ, കൈവശാവകാശം മാത്രമേ ഉള്ളൂ. അവസാനത്തെ ഇൻസ്റ്റാൾമെന്റും എപ്പോൾ പേ ചെയ്യുന്നോ ആ സമയത്ത് മാത്രമാണ് ഈ ഗുഡ്സിന്റെ ഉടമസ്ഥാവകാശം ആർക്ക് ലഭിക്കുക? ഇത് വാങ്ങിയ വ്യക്തിക്ക്, ഹയർ പർച്ചേസറിന് ലഭിക്കുക. അതാണ് ഹയർ പർച്ചേസ്. കണ്ടോ? ഹയർ പർച്ചേസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് ഗുഡ്സ് ആർ ലെറ്റ് ഔട്ട് ഓൺ ഹയർ. ഗുഡ്സ് വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെ ഗുഡ്സ് ആർ ലെറ്റ് ഔട്ട് ഓൺ ഹയർ ബൈ എ ഫിനാൻസ് കമ്പനി അല്ലെങ്കിൽ ക്രെഡിറ്റർ. ഈ ഫിനാൻസ് കമ്പനി എന്ന് വിളിക്കുന്നത് നമുക്ക് അതിനെ വെൻഡർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഹയർ വെൻഡർ, ഗുഡ്സ് കൊടുക്കുന്നയാള് ഹയർ വെൻഡർ. ടു ദ ഹയർ പർച്ചേസ് കസ്റ്റമർ, ഹയർ എന്നോ അല്ലെങ്കിൽ ഹയർ പർച്ചേസർ എന്നോ വിളിക്കാം. ടു ദ ഹയർ പർച്ചേസർ, ദ ഹയറർ ഈസ് റിക്വയർഡ് ടു പേ ആൻ അഗ്രീഡ് എമൗണ്ട് ഇൻ പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെന്റ്സ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഈ വാങ്ങിച്ചുകൊണ്ട് പോയ ഗുഡ്സിന്റെ ക്യാഷ് ഹയറർ അല്ലെങ്കിൽ ഹയർ പർച്ചേസർക്ക് എങ്ങനെ അടയ്ക്കാം? പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യാം? അടയ്ക്കാം. ഗുഡ്സ് വിൽക്കുന്നയാളിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രെഡിറ്റർ എന്നോ വെൻഡർ എന്നോ വിളിക്കാം. ഗുഡ്സ് വാങ്ങുന്നയാളിനെ ഹയറർ എന്നോ ഹയർ പർച്ചേസർ എന്നോ വിളിക്കാം. ഗുഡ്സ് വാങ്ങിയ വ്യക്തിക്ക് ഹയർ പർച്ചേസർ ഈ ഗുഡ്സിന്റെ പ്രൈസ് എങ്ങനെ പേ ചെയ്യാം? പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് പേ ചെയ്യാം. അതാണ് ഹയർ പർച്ചേസ് ആണ് എന്ത് ഫണ്ട് ബേസ്ഡ് സർവീസസിനകത്തെ രണ്ടാമത്തെ എക്സാമ്പിൾ. അപ്പം ഫണ്ട് ബേസ്ഡ് സർവീസസിന് നമ്മൾ 2 എക്സാമ്പിൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ലീസിങ്, രണ്ടാമത് പറഞ്ഞത് ഹയർ പർച്ചേസ്. രണ്ടും മനസ്സിലായെന്ന് കരുതുന്നു. ഇത് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മെത്തേഡ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ആണ്. സാധനം വിൽക്കാനും വാങ്ങാനും ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ആണ് ഇത് ഹയർ പർച്ചേസ് എന്ന് പറയുക. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഗുഡ്സ് വിൽക്കുന്നു, ആ വിൽക്കുന്ന ഗുഡ്സിന്റെ പ്രൈസ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാം. അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താലേ ഓണർഷിപ്പ് കിട്ടൂ. അതുവരെ ഏത് മാത്രമേ ഉള്ളൂ? പൊസഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇൻസ്റ്റാൾമെന്റ് ഏതെങ്കിലും ഡീഫോൾട്ട് വരുത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഹയർ വെൻഡറിന് എപ്പോൾ വേണമെങ്കിലും ഗുഡ്സ് എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യാം, തിരിച്ചെടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ബിൽ ഡിസ്കൗണ്ടിങ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റൊരു ഫണ്ട് ബേസ്ഡ് സർവീസ് ആണ് ഇത് ബില്ല് ഡിസ്കൗണ്ടിങ്. ബില്ല് ഡിസ്കൗണ്ടിങ് ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ഫിനാൻസ് കമ്പനീസ് പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ക്യാഷ് ബൈ ഡിസ്കൗണ്ടിങ് ജെനുവിൻ ട്രേഡ് ബിൽസ്. അതായത് ട്രേഡ് ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ഫിനാൻസ് കമ്പനികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്ത് കൊടുക്കുന്നു? ക്യാഷ് കൊടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ബില്ല് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ട്രേഡ് ബില്ല് എന്താ? ട്രേഡ് ബില്ല് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബില്ല്. ട്രേഡ് ബില്ല്, കൊമേഴ്സ്യൽ ബില്ല് എന്താ? ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ സെല്ലർ ബയറിന് എഴുതി കൊടുക്കുന്ന ബില്ലാണ് കൊമേഴ്സ്യൽ ബില്ല്. ട്രേഡ് ബില്ല് വേണമെങ്കിലും പറയാം കൊമേഴ്സ്യൽ ബില്ല്. ഒരു ബയർ ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങുന്നു. അപ്പൊ സെല്ലർ ബില്ല് എഴുതും. ആ ബില്ല് പറഞ്ഞേക്കും ഈ വാങ്ങിച്ചുകൊണ്ട് പോയ ഗുഡ്സിന്റെ പ്രൈസ് ഈ ഡേറ്റിൽ എനിക്ക് തരണമെന്നും പറഞ്ഞ് ആരെഴുതും? സെല്ലർ ബില്ല് എഴുതും. ഈ സെല്ലർ ഈ ബില്ല് എഴുതി ആർക്ക് കൊടുക്കും? ബയറിന് കൊടുക്കും. ബയർ ആ ബില്ല് നോക്കിയിട്ട് ആ കൊടുത്തിരിക്കുന്ന ഡേറ്റ് അക്സെപ്റ്റബിൾ ആണെങ്കിൽ, ആ ഡേറ്റിൽ ക്യാഷ് കൊടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബില്ല് ഓതറൈസ് ചെയ്ത് തിരിച്ച് ആർക്ക് തന്നെ കൊടുക്കും? സെല്ലറിന് കൊടുക്കും. സെല്ലർ ആയിരിക്കും ബില്ല് റിട്ടേൺ ചെയ്യുന്ന ആള്. ഇനി എക്സാമ്പിൾ, ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഡിസംബർ 30 ആണെന്നിരിക്കട്ടെ. ബില്ലിൽ ബയർ ക്യാഷ് തരാമെന്ന് എഗ്രി ചെയ്തേക്കുന്ന ഡേറ്റ് ഡിസംബർ 30 ആണ്. ഇപ്പൊ സെല്ലറിന് ഡിസംബർ 30 മുമ്പ് ഫണ്ട് ആവശ്യം വരുന്നു. സെല്ലർ എന്ത് ചെയ്യാം? ഈ ബില്ല് ഏതെങ്കിലും ഒരു ഫിനാൻസ് കമ്പനീസിലോ ബാങ്കിലോ കൊണ്ടുപോയി കൊടുത്താൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഈ എമൗണ്ട് ആര് തരും? ആ ഫിനാൻസ് കമ്പനി തരും. അതിന് വിളിക്കുന്ന പേരാ ബില്ല് ഡിസ്കൗണ്ടിങ്. ഇപ്പൊ ട്രേഡ് ബില്ല് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബില്ലുകൾ ഏതെങ്കിലും ഫിനാൻസ് കമ്പനീസിൽ കൊണ്ടുപോയാൽ ഡിസ്കൗണ്ട് ചെയ്ത് അവർ എന്ത് തരും? നമുക്ക് ഇമ്മീഡിയറ്റ് ക്യാഷ് തരും. അതും ഒരു ഫണ്ട് ബേസ്ഡ് സർവീസസ് ആണ്. അതാണ് ബില്ല് ഡിസ്കൗണ്ടിങ്. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ഇതിന്റെ ഫണ്ട് ബേസ്ഡ് സർവീസസിന്റെ മൂന്നാമത്തെ എക്സാമ്പിൾ ആണ്. ഓക്കെ, കാര്യം മനസ്സിലാവുമല്ലോ. ബില്ല് ഡിസ്കൗണ്ടിങ് ഇസ് എ മെത്തേഡ് ബൈ വിച്ച് ഫിനാൻസ് കമ്പനീസ്, ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ക്യാഷ്, പെട്ടെന്ന് ക്യാഷ് കൊടുക്കുന്നു, ബൈ ഡിസ്കൗണ്ടിങ് ജെനുവിൻ ട്രേഡ് ബില്ലുകൾ. ട്രേഡ് ബില്ലുകൾ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ സിസ്റ്റമാണ് എന്ത്? ബില്ല് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഫണ്ട് ബേസ്ഡ് സർവീസസ് ആണ് ഈ പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ. നമുക്ക് നോക്കാം എന്ത് വെഞ്ചർ ക്യാപിറ്റൽ എന്ന്. വെഞ്ചർ ക്യാപിറ്റൽ ഈസ് എ ലോങ് ടേം റിസ്ക് ക്യാപിറ്റൽ ടു ഫൈനാൻസ്
high technology projects which involve risk but at the same time has a strong potential for growth. അതായത് ഭാവിയിൽ ഗ്രോത്ത് വളർച്ചയ്ക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി, അതിന് റിസ്ക്കും കൂടുതലാണ്. ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഹൈ റിസ്ക് ആണ്, ഹൈ ടെക്നോളജി പ്രോജക്ട്സ് വിച്ച് ഇൻവോൾവ് റിസ്ക് ബട്ട് അറ്റ് ദ സെയിം ടൈം ഹാസ് സ്ട്രോങ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത്. ഭാവിയിൽ വളരാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം, പക്ഷേ റിസ്ക് ആണ്, ഹൈ ടെക്നോളജി പ്രൊജക്റ്റുമാണ്. അതായത് ഒരു ഹൈ ടെക്നോളജി പ്രോജക്റ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ റിസ്ക് കൂടുതലാണ്. പക്ഷേ ഇപ്പൊ റിസ്ക് എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ ഭാവിയിൽ അത് വളരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോജക്റ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിനാൻസ് കൊടുക്കുന്നു, ക്യാപിറ്റൽ കൊടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് വെഞ്ചർ ക്യാപിറ്റൽ. അപ്പൊ അങ്ങനെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ട്. റിസ്ക് കൂടുതലുള്ള ഹൈ ടെക്നോളജി പ്രോജക്റ്റുകൾ ഭാവിയിൽ പ്രോഫിറ്റബിൾ ആകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് എന്ത് കൊടുക്കും? അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ കൊടുക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വെഞ്ചർ ക്യാപിറ്റൽ. അപ്പൊ കണ്ടീഷൻ എന്തൊക്കെയാ? ഹൈ ടെക്നോളജി പ്രോജക്റ്റ് ആയിരിക്കണം, റിസ്ക് കൂടുതലായിരിക്കണം. റിസ്ക് കൂടുതലുള്ള ഈ ഹൈ ടെക്നോളജി പ്രോജക്റ്റ് ഫിനാൻസ് ചെയ്താൽ ഭാവിയിൽ ഇതെന്തായിരിക്കണം? പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭാവിയിൽ അതിന് ഹൈ പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത്, വളരാനുള്ള വലിയൊരു സാധ്യത ആ ഫേമിന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ പ്രോജക്റ്റിന് ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നുണ്ടോ? വെഞ്ചർ ക്യാപിറ്റൽ ഈസ് ലോങ് ടേം റിസ്ക് ക്യാപിറ്റൽ ടു ഫൈനാൻസ്. എന്ത് ചെയ്യുന്നു? നമ്മൾ ഫൈനാൻസ് ചെയ്യുന്നു, ക്യാഷ് കൊടുക്കുന്നു, ഫൈനാൻസ് ചെയ്യുന്നു. എന്തിനാ ഫൈനാൻസ് ചെയ്യുന്നത്? ഹൈ ടെക്നോളജി പ്രോജക്റ്റ്. ഒരു ഹൈ ടെക്നോളജി പ്രോജക്റ്റിന് നമ്മൾ ഫൈനാൻസ് ചെയ്യുന്നു, വിച്ച് ഇൻവോൾവ് റിസ്ക് കൂടുതലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹാസ് സ്ട്രോങ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത്. ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള റിസ്ക് കൂടിയ ഒരു ഹൈ ടെക്നോളജി പ്രോജക്റ്റുകളിൽ നമ്മൾ ഫൈനാൻസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് വെഞ്ചർ ക്യാപിറ്റൽ. നമ്മൾ അവർക്ക് ആവശ്യമായ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുന്നു ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ പൂൾ ദെയർ റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് മാനേജീരിയൽ എബിലിറ്റീസ് ടു അസിസ്റ്റ് ന്യൂ ഓൺട്രപ്രണേഴ്സ് ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് ദ പ്രോജക്റ്റ്. നമ്മൾ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ അവർക്ക് ആവശ്യമുള്ള ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ക്യാഷ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ള റിസോഴ്സസ്, മാനേജീരിയൽ എബിലിറ്റീസ്. ഇവർ പുതിയ ഓൺട്രപ്രണേഴ്സ് ആയിരിക്കുമല്ലോ. ഈ ഒരു പുതിയ ഹൈ ടെക്നോളജി പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പുതിയ ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ ഓൺട്രപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള മാനേജീരിയൽ അസിസ്റ്റൻസ് ഒക്കെ ആര് കൊടുക്കും? ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ കൊടുക്കും. അപ്പൊ ഇതാണ്. അപ്പൊ അങ്ങനെ പുതിയ ഓൺട്രപ്രണേഴ്സിനെ സഹായിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സർവീസ് ആണ് ഏത്? വെഞ്ചർ ക്യാപിറ്റൽ. ഹൈ ടെക്നോളജി പ്രോജക്റ്റുകളായിരിക്കും. ഭാവിയിൽ അവരുടെ ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ നമ്മൾ ഫൈനാൻസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് വെഞ്ചർ ക്യാപിറ്റൽ. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഇത് ഇതിന് എക്സാമ്പിൾ ആണ്. ഇതും ഒരു ഫണ്ട് ബേസ്ഡ് സർവീസസ് ആണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം. നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അടുത്ത ഹൗസിംഗ് ഫിനാൻസ്. നമുക്കറിയാം ഹൗസിംഗ് ഫിനാൻസ് നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. ഹൗസിംഗ് ഫിനാൻസ് the set of all financial arrangements that are made available by financial institutions to meet the requirements of housing of individuals. വ്യക്തികളുടെ ഹൗസിംഗ്, വീടെന്ന് പറയുന്ന ആവശ്യം മീറ്റ് ചെയ്യാൻ, സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാ അറേഞ്ച്മെന്റിനെയും വിളിക്കുന്ന പേരാണ് ഹൗസിംഗ് ഫിനാൻസ്. വ്യക്തികളുടെ വീട് എന്ന് പറയുന്ന റിക്വയർമെന്റ്സ്, രാജ്യത്തെ വ്യക്തികളുടെ വീട് എന്ന് പറയുന്ന ആവശ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാ അറേഞ്ച്മെന്റ്സിനെയും വിളിക്കുന്ന പേരാണ് ഹൗസിംഗ് ഫിനാൻസ്. വീട് വെക്കാനുള്ള ലോൺ കൊടുക്കുന്നത് അതെല്ലാം ഏതാണ്? ഹൗസിംഗ് ഫിനാൻസ്. അപ്പൊ ഹൗസിംഗ് എന്ന് പറയുന്ന റിക്വയർമെന്റ്സ്, ഹൗസിംഗ് എന്ന് പറയുന്ന ആ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാ അറേഞ്ച്മെന്റ്സിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഹൗസിംഗ് ഫിനാൻസ് എന്ന് വിളിക്കാം. ഇൻഡിവിജ്വൽസിന്റെ ഹൗസിംഗ് എന്ന് പറയുന്ന റിക്വയർമെന്റ്സ്, വീട് എന്ന് പറയുന്ന ആ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാ അറേഞ്ച്മെന്റ്സിനെയും, ലോൺ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സിനെ എന്ത് വിളിക്കാം? ഹൗസിംഗ് ഫിനാൻസ് എന്ന് വിളിക്കാം. ഫണ്ട് ബേസ്ഡ് സർവീസസിനകത്തെ 5ാമത്തെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്ന ഹൗസിംഗ് ഫിനാൻസ്. ഇനി ഫണ്ട് ബേസ്ഡ് സർവീസസിലെ 6ാമത്തെ എക്സാമ്പിൾ വരുന്നത് ഇൻഷുറൻസ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് ഇൻഷുറൻസ്. അവിടെ ഉണ്ടല്ലോ 2 ആൾക്കാരുണ്ട്, ഇൻഷുററും ഇൻഷുവേർഡും.
ഇൻഷുർഡിന് ഉണ്ടാകുന്ന ലോസ് മിറ്റിഗേറ്റ് ചെയ്യാമെന്ന്, കുറയ്ക്കാമെന്ന് ആര് പറയുന്നു? ഇൻഷുറർ പറയുന്നു. അതിന് പകരം എന്ത് ചെയ്യുന്നു? ഒരു കൺസിഡറേഷൻ പ്രീമിയം നമ്മൾ പേ ചെയ്യേണ്ടി വരും. ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ്, ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഷുറൻസ് സർവീസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് വെയർ ബൈ, ഇൻഷുറൻസ് എന്താണ്? ഒരു കോൺട്രാക്ട് ആണ്. Insurance is a contract whereby the insurer agrees or undertakes in consideration of sum of money premium. Premium എന്ന് പറയുന്ന ഒരു കൺസിഡറേഷന് പകരമായിട്ട് ടു മേക്ക് ഗുഡ് ദ ലോസ് സഫേർഡ് ബൈ ദ ഇൻഷുർഡ്. പോളിസി ഹോൾഡറിനെ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്. പോളിസി എടുത്തിരിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്. എഗൻസ്റ്റ് എ സ്പെസിഫൈഡ് റിസ്ക്. ഇൻഷുർഡിന് ഉണ്ടാകുന്ന ഒരു സ്പെസിഫൈഡ് റിസ്കിൽ നിന്ന്, അല്ലെ ഇൻഷുർഡ് സഫർ ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ് റിസ്കിൽ നിന്ന് അയാളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ആര് വാക്ക് കൊടുക്കുന്നു? ഇൻഷുറർ വാക്ക് കൊടുക്കുന്നു. എന്തിനു പകരം? പ്രീമിയം എന്ന് പറയുന്ന കൺസിഡറേഷന് പകരം. ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഷുറൻസ്. ഇൻഷുററും തമ്മിലുള്ള ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഷുറൻസ്. പോളിസി ഹോൾഡറായ ഇൻഷുർഡ് സഫർ ചെയ്യുന്ന ഒരു ലോസ്, ആ ലോസിന്റെ അളവ് കുറയ്ക്കാനോ അല്ലെ ലോസിന്റെ അകത്ത് ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാനോ വേണ്ടി ആര്? ഇൻഷുറർ നഷ്ടം കുറയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതിന് പകരം എന്ത്? ഇൻ കൺസിഡറേഷൻ ഓഫ് പ്രീമിയം, പ്രീമിയത്തിന് പകരമായിട്ട്. ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഷുറൻസ്. അതാണ് ഇൻഷുറൻസ്. അത് എന്താണ്? ഒരു ഫണ്ട് ബേസ്ഡ് സർവീസസ് ആണ് ഇൻഷുറൻസ്. ഇനി മറ്റൊരു ഫണ്ട് ബേസ്ഡ് സർവീസസ് ആണ് ഫാക്ടറിംഗ്. Factoring refers to the process of managing the sales ledger of a client by a financial service company. ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനി അവരുടെ മുൻപിൽ വരുന്ന ഒരു ക്ലയന്റിന്റെ സെയിൽസ് ലെഡ്ജർ മാനേജ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിംഗ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ധാരാളം ഫിനാൻഷ്യൽ സർവീസസ് കമ്പനികളുണ്ട്. അപ്പൊ ഈ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനികൾ അവരുടെ മുൻപിൽ വരുന്ന ക്ലയൻസിന്റെ എന്ത് മാനേജ് ചെയ്യുന്നത്? സെയിൽസ് ലെഡ്ജർ മാനേജ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിംഗ്. എന്ന് പറഞ്ഞാൽ സെയിൽസ് ലെഡ്ജർ നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഡെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഡെപ്റ്റേഴ്സ് ഒക്കെ ആര് കളക്ട് ചെയ്യും? ഈ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനി എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അപ്പൊ ഒരു ക്ലയന്റ് കമ്പനിയുടെ ഡെപ്റ്റ് അല്ലെങ്കിൽ റിസീവബിൾസ് ആ കമ്പനിക്ക് വേണ്ടി ആര് കളക്ട് ചെയ്യും? ഫിനാൻഷ്യൽ സർവീസ് കമ്പനി കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഡെപ്റ്റ് കളക്ട് ചെയ്യുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ജോലി. അതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. And it is an arrangement under which a financial intermediary എന്ന് പറഞ്ഞാൽ ഏതാ? ഫിനാൻസ് സർവീസ് കമ്പനിയാണ്. ആ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി assumes the credit risk in the collection of book debt to its clients. ഇപ്പൊ സെയിൽസ് ലെഡ്ജർ നോക്കുമ്പോൾ ഈ കമ്പനിക്ക് മനസ്സിലാവും ഇവർക്ക് എത്രമാത്രം ഡെപ്റ്റേഴ്സ് ഉണ്ട്, എത്രമാത്രം ക്യാഷ് കിട്ടാനുണ്ട്. ആ ക്യാഷ് കളക്ട് ചെയ്യാനുള്ള റിസ്ക് ആര് ഏറ്റെടുക്കും? ഈ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി ഏറ്റെടുക്കും. എനിക്കൊരു കമ്പനി ഉണ്ട്. അപ്പൊ എനിക്ക് കുറെ ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് തരാനുള്ള കുറെ ഡെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ ഡെപ്റ്റേഴ്സിന്റെ ക്യാഷ് പിടിച്ചെടുക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയെ സഹായിക്കും. ആ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് എഴുതും. അപ്പൊ എന്ത് ചെയ്യും? എന്റെ ഡെപ്റ്റ് ആര് പിടിച്ചെടുത്തോളും? ഈ ഫിനാൻസ് സർവീസ് കമ്പനി എനിക്ക് വേണ്ടി അവർ കളക്ട് ചെയ്യും. ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിംഗ്. അപ്പൊ അവരായിരിക്കും എന്റെ സെയിൽസ് ലെഡ്ജർ മാനേജ് ചെയ്യുന്നത് ഈ ഫാക്ടറിംഗ് കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി ആയിരിക്കും. അവരെന്റെ എന്ത് കളക്ട് ചെയ്യും? എന്റെ ഡെപ്റ്റ് കളക്ട് ചെയ്യാനുള്ള റിസ്ക് ആര് ഏറ്റെടുക്കും? ഈ ഫിനാൻസ് സർവീസ് കമ്പനി ഏറ്റെടുക്കും. ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഫണ്ട് ബേസ്ഡ് സർവീസസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഫണ്ട് ബേസ്ഡ് സർവീസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ ലീസിങ് പറഞ്ഞു, ഹയർ പർച്ചേസ് പറഞ്ഞു, ബില്ല് ഡിസ്കൗണ്ടിങ് പറഞ്ഞു, വെഞ്ചർ ക്യാപിറ്റൽ പറഞ്ഞു, അതേപോലെ ഇൻഷുറൻസ് പറഞ്ഞു, ഹൗസിംഗ് ഫിനാൻസ് പറഞ്ഞു, പിന്നെ ഫാക്ടറിങ് പറഞ്ഞു. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഫണ്ട് ബേസ്ഡ് സർവീസസ്. ഇനി ഫീ ബേസ്ഡ് അല്ലെങ്കിൽ നോൺ ഫണ്ട് ബേസ്ഡ് സർവീസസ്. ഫീ ബേസ്ഡ് അല്ലെങ്കിൽ നോൺ ഫണ്ട് ബേസ്ഡ് സർവീസസ്. അപ്പൊ ഇവിടെ എന്തിന് ഇൻവോൾവ്മെന്റ് ഇല്ല? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫണ്ടിന്റെ ഇൻവോൾവ്മെന്റ് ഇവിടെ ഇല്ല. അതാണ് ഫീ ബേസ്ഡ്. ഇവിടെ ഫണ്ടിന്റെ ഇൻവോൾവ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഇനി ഏതൊക്കെ എക്സാമ്പിൾ നോക്കിയാൽ ഒന്ന് ഇഷ്യൂ മാനേജ്മെന്റ് നോൺ ഫണ്ട് ബേസ്ഡ് സർവീസസിന്റെ എക്സാമ്പിൾ ആണ് ഇഷ്യൂ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താ? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്
the marketing of corporate securities, equity shares, preference shares and debentures bond offered to the public. പബ്ലിക്കിന് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആയ ഇക്വിറ്റി ഷെയർസിന്റെയോ പ്രിഫറൻസ് ഷെയർസിന്റെയോ ഡിബഞ്ചറിന്റെയോ ബോണ്ടിന്റെയൊക്കെ ഇഷ്യൂ മാനേജ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇഷ്യൂ മാനേജ്മെന്റ്. വിൽപ്പന നിയന്ത്രിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഇഷ്യൂ. അതൊരു സർവീസാണ്, പക്ഷെ അവിടെ എന്തില്ല, ഫണ്ടിന് ഇൻവോൾവ്മെന്റ് ഇല്ല. ഇതെന്താണ്? ഒരു സർവീസാണ്. അപ്പോൾ ഫീ ബേസ്ഡ് സർവീസസിനകത്ത് വരുന്ന ഒന്നാമത്തെ കാറ്റഗറിയാണ് ഏതാ? ഇഷ്യൂ മാനേജ്മെന്റ്. ഇവിടെ ചെയ്യുന്ന കാര്യം എന്തുവാ? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ മാർക്കറ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്. കമ്പനികളുടെ സെക്യൂരിറ്റീസ് ആയ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചർ, ബോണ്ട്. അപ്പൊ ഈ ടൈപ്പ് സെക്യൂരിറ്റീസിന്റെ എല്ലാം മാർക്കറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഇഷ്യൂ മാനേജ്മെന്റ്. ഇത് ഫീ ബേസ്ഡ് ആണ്, ഇഷ്യൂ മാനേജ്മെന്റ്. ഓക്കെ, ഇത് ചെയ്യുന്നതിന് പകരമായിട്ട് എന്താ? ഒരു ഫീ ആയിരിക്കും റിവാർഡ്. അതാ ഇഷ്യൂ മാനേജ്മെന്റ്. അപ്പോൾ ഒന്നാമത്തെ ഫീ ബേസ്ഡ് സർവീസ് ആണ് ഏത്? ഇഷ്യൂ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഷെയർസ്. ഒരു ഇൻവെസ്റ്റർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന, വാങ്ങാൻ താല്പര്യമുള്ള സെക്യൂരിറ്റീസിന്റെ ഒരു ഗ്രൂപ്പ്, അതിനെ വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ. അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. നിക്ഷേപ നയം. ഏതൊക്കെ കമ്പനീസിന്റെ അല്ലെങ്കിൽ ഏതൊക്കെ ഷെയർസ് വാങ്ങിച്ചാലാണ് പ്രോഫിറ്റബിൾ, അതൊക്കെ നമ്മൾ തീരുമാനിക്കണം. അതാണ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. അസറ്റ് അലോക്കേഷൻ ഫോർ ഇൻഡിവിജ്വൽസ്. വ്യക്തികൾക്ക് അസറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാലൻസിങ് റിസ്ക് അഗൻസ്റ്റ് പെർഫോമൻസ് ഈസ് നോൺ ആസ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ റിസ്ക് മാനേജ് ചെയ്യുന്ന, റിസ്ക് ബാലൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അസറ്റിന്റെ അലോക്കേഷനോ, അതാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനമെടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. അതായത് ഏതൊക്കെ കമ്പനീസിന്റെ ഷെയർ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, നമ്മുടെ ഫേമിന്റെ അസറ്റ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, റിസ്ക് എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ഇപ്പൊ നമുക്ക് ഒരു ഇൻവെസ്റ്ററിന് പർച്ചേസ് ചെയ്യാൻ ഷെയർ കാണും, ഡിബഞ്ചർ കാണും, ബോണ്ട് കാണും. ഇതിനകത്ത് ഏത് പർച്ചേസ് ചെയ്യണം, ഏത് പർച്ചേസ് ചെയ്യണ്ട എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഏത് ഇഷ്യൂ ചെയ്യണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. നമ്മുടെ ഫേമിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, രണ്ടുപേർക്ക് വരാം, ഒരു വ്യക്തിക്കും വരാം, ഫേമിനും വരാം, രണ്ടുപേർക്ക് എന്ത് വരാം? പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സർവീസിന്റെ ആവശ്യം വരാം. നമ്മൾ ഫീ ബേസ്ഡുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇഷ്യൂ മാനേജ്മെന്റ്, രണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താണ്? പോർട്ട്ഫോളിയോ മീൻസ് ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിന്റെ ഒരു കൂട്ടം, അതിനെ വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന കുറച്ച് പ്രധാനമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് മാത്രമാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ഫീ ബേസ്ഡ് ആണ്. അടുത്ത കോർപ്പറേറ്റ് കൗൺസിലിംഗ്. കോർപ്പറേറ്റ് ഫീ ബേസ്ഡ് സർവീസസിനകത്ത് വരുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ് കോർപ്പറേറ്റ് കൗൺസിലിംഗ്. കോർപ്പറേറ്റ് കൗൺസിലിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഗിവിംഗ് suggestions and opinions to the clients in taking actions to solve their problems. അതായത് തന്റെ മുൻപിൽ വരുന്ന ഒരു ക്ലയന്റ്, അതൊരു കമ്പനിയാകാം, വ്യക്തിയാകാം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കമ്പനിയായാലും വ്യക്തിയായാലും അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, കമ്പനിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സജഷൻസും ഒപ്പീനിയൻസും കൊടുക്കുന്നു. ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് കൗൺസിലിംഗ്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി. കമ്പനികൾക്ക് ആവശ്യമായ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ വരുന്ന കമ്പനി എൻ്റെ ക്ലയന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കമ്പനികൾക്ക് ആ കമ്പനികളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കമ്പനികൾക്ക് അവരുടെ ഫേമിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ കമ്പനികൾക്ക് വേണ്ട സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് കൗൺസിലിംഗ്. അപ്പൊ കമ്പനികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു സർവീസിനെ വിളിക്കുന്ന പേര് മാത്രമാണ് എന്ത്? കോർപ്പറേറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ലോൺ സിൻഡിക്കേഷൻ. മറ്റൊരു ഫീ ബേസ്ഡ് സർവീസ് ആണ് ഏത്? ലോൺ സിൻഡിക്കേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു എ ലോൺ arranged by a bank called lead manager
for a borrower who is usually a large corporate customer or a government department. അതായത് രാജ്യത്തെ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനോ ഒരു വലിയ കോർപ്പറേറ്റ് കസ്റ്റമർ, ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്കോ എന്ത് അറേഞ്ച് കൊടുക്കുന്നത്, ലോൺ അറേഞ്ച് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ലോൺ സിൻഡിക്കേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു എ ലോൺ അറേഞ്ച്ഡ് ബൈ എ ബാങ്ക് കോൾഡ് ലീഡ് മാനേജർ. ബാങ്കിനെയൊക്കെ വിളിക്കുന്ന പേരാ ലീഡ് മാനേജർ. നോക്കണമെന്നില്ല, ഒരു കോർപ്പറേറ്റ് കസ്റ്റമറിനോ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനോ അവർക്ക് ലോൺ ആവശ്യമായിട്ട് വന്നാൽ ആ ലോൺ ഒരു ബാങ്കിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സർവീസ്, ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് ലോൺ സിൻഡിക്കേഷൻ. അതർ ബാങ്ക്സ് ഹു ആർ വില്ലിംഗ് ടു ലെൻഡ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് ജോയിൻ ടു ദ റിസ്ക് ഫോം എ. അതായത് ഇങ്ങനെ ഈ പറഞ്ഞ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കോ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കോ ലോൺ കൊടുക്കാൻ തയ്യാറുള്ള ബാങ്കുകൾ ചേർന്ന് രൂപീകരിക്കുന്നതാണ് അവർ സിൻഡിക്കേറ്റ്, ബാങ്കിന്റെ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനോ ലോൺ കൊടുക്കാൻ തയ്യാറുള്ള ബാങ്കുകളുടെ ഒരു കൂട്ടമാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്, ഇതെല്ലാം സേവനങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ ഫീ ബേസ്ഡ് ഏതൊക്കെയാ? അതായത് ഷെയർസിന്റെ വിൽപ്പനയൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഇഷ്യൂ മാനേജ്മെന്റ്, അതുപോലെ ഷെയർസിന്റെ പർച്ചേസും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നിയന്ത്രിക്കുന്നതിന് വിളിക്കുന്ന പേര് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. അതേപോലെ കമ്പനികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സർവീസിനെ വിളിക്കുന്ന പേര് കോർപ്പറേറ്റ് കൗൺസിലിംഗ്. അതേപോലെ കമ്പനികൾക്കോ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കോ ലോൺ ആവശ്യം വന്നാൽ ആ ലോണൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേര് ലോൺ സിൻഡിക്കേഷൻ. ഇതൊക്കെ ഫീ ബേസ്ഡ് സർവീസ് ആണ്. അതേപോലെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് അത് തന്നെ. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്നാണ് അർത്ഥം. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന് നോക്കാം. It implies activities related to expansion or contraction of a firm's operations or changes in the assets or ownership structure. അതായത് ഒരു കമ്പനിയുടെ നിലവിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എക്സ്പാൻഷൻ വികസിപ്പിക്കുന്നതോ കോൺട്രാക്ഷന്റെ പ്രവർത്തനം ചുരുക്കുന്നതോ അത് വല്ലതുണ്ടെങ്കിൽ ഒരു ഫേമിന്റെ അസറ്റ് ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ പ്രവർത്തനത്തിനകത്ത് മാറ്റം വരുത്തുന്നതോ അല്ലെങ്കിൽ ആ ഫേമിന്റെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തുന്നതോ ഇങ്ങനെയുള്ള സർവീസുകൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. കോർപ്പറേറ്റ് കമ്പനി റീസ്ട്രക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്ട്രക്ചറിനകത്ത് ഘടനയിൽ മാറ്റം വരുത്തുക. അപ്പൊ എന്തൊക്കെ വരാം? ഒന്നെങ്കിൽ ആ കമ്പനി എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രവർത്തനം ചുരുക്കാം, കോൺട്രാക്ട് ചെയ്യാം. അത് മാത്രമല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളിനകത്ത് മാറ്റം വരുത്താം, അസറ്റിനകത്ത് മാറ്റം വരുത്താം, ഓണർഷിപ്പിനകത്ത് മാറ്റം വരുത്താം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഘടനയിൽ മാറ്റം വരുത്തുന്ന സർവീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന്റെ ആകെ മൊത്തം അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുമുള്ള അതിന്റെ ഘടനയിൽ എങ്ങനെയായാലും അതിന്റെ നിലവിലുള്ള സ്ട്രക്ചറിനകത്ത് ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന സർവീസസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. കോർപ്പറേറ്റ് റീസ്ട്രക്ചർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ ഫീ ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? ഒരു കമ്പനിയുടെ നിലവിലുള്ള സ്ട്രക്ചറിനകത്ത് മാറ്റം വരുത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. അതുപോലെ ഫീ ബേസ്ഡ് സർവീസ് ആണ്. അതേപോലെ ക്രെഡിറ്റ് റേറ്റിംഗ്, നമ്മളിപ്പോൾ നോർമലി ഈ സിനിമകൾക്കൊക്കെ റേറ്റിംഗ് കൊടുക്കുന്നത് പോലെ കമ്പനിയുടെ സെക്യൂരിറ്റീസിന് റേറ്റിംഗ് കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. റേറ്റിംഗ് കൊടുക്കാൻ പല സ്ഥാപനങ്ങളുണ്ട്. അവരെ നമ്മുടെ കമ്പനി ആ ഒരു റേറ്റിംഗ് ഏജൻസി പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഷെയറിന്റെ റേറ്റിംഗ് അവർ നമുക്ക് തരും. ഫോർ എക്സാമ്പിൾ, ഒരു ഷെയറിന്റെ റേറ്റിംഗ് AAA എന്നാണ് റേറ്റിംഗ് ഏജൻസി കൊടുത്തേക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ ഷെയറിന് സെക്യൂരിറ്റി സേഫ്റ്റി കൂടുതലാണെന്ന് അർത്ഥം. വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി AA ആണെന്നുണ്ടെങ്കിൽ അർത്ഥം സേഫ്റ്റി കുറച്ച് കുറയും. വെറും A ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി എന്ത് ചെയ്യും? വീണ്ടും കുറയും. അങ്ങനെ B അപ്പൊ സേഫ്റ്റി കുറയുന്നതോറും എന്ത് കൂടും? റിസ്ക് കൂടും. പിന്നെ BBB വരാം, B വരാം. ഇങ്ങനെ ഏറ്റവും അവസാനം D ഒരു ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആ ഷെയർ ഒരിക്കലും വാങ്ങാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഷെയർസ് ഇങ്ങനെ എന്ത് കൊടുക്കും? സിമ്പിൾ ആയിട്ട് റേറ്റിംഗ് കൊടുക്കും. ഇപ്പൊ സെക്യൂരിറ്റീസിന് ഇങ്ങനെ റേറ്റിംഗ് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. എക്സാമ്പിൾ ഉണ്ട്, ക്രിസിൽ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. സെക്യൂരിറ്റീസിനൊക്കെ റേറ്റിംഗ് കൊടുക്കുന്ന സ്ഥാപനമാണ് ക്രിസിൽ. അപ്പൊ ഈ റേറ്റിംഗ് കൊടുക്കുന്ന പ്രോസസ്സിനെ, ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റേറ്റിംഗ്.
സെക്യൂരിറ്റീസിനൊക്കെ റേറ്റിംഗ് കൊടുക്കുന്ന ആ ഒരു സർവീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് മീൻസ് ജഡ്ജ്മെന്റ് അബൌട്ട് എ ഫേംസ് ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് പ്രോസ്പെക്ടസ്. ഒരു ഫേമിന്റെ സാമ്പത്തികമായ പ്രോസ്പെക്ടസിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് ആണ് ക്രെഡിറ്റ് റേറ്റിംഗ്. അപ്പോൾ ഒരു ഷെയറിന് AAA എന്നുള്ള ആ ഒരു ഹൈ റേറ്റിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെച്ചപ്പെട്ടതായിരിക്കണം. അപ്പൊ ഫേമിന്റെ മൊത്ത കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ആ ഫേമിന്റെ ഷെയറിന് എന്ത് കൊടുക്കുക, റേറ്റിംഗ് കൊടുക്കുക. ആൻഡ് ഇറ്റ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ദ റേറ്റിംഗ് ഏജൻസി. ഇപ്പൊ റേറ്റിംഗ് എന്ന് പറയുന്നത് റേറ്റിംഗ് ഏജൻസിയുടെ ഒപ്പീനിയൻ ആണ് ഇതിനെ കുറിച്ചുള്ള ഓൺ ദ റിലേറ്റീവ് എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ഓഫ് ദ ഇഷ്യൂവർ ഓഫ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ടു മീറ്റ് ദ ഡെപ്റ്റ് സർവീസ് ഒബ്ലിഗേഷൻ. നമ്മുടെ കമ്പനി ഏതാണോ, നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന വിൽക്കുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഏതാണോ, ഡിബഞ്ചർ ബോണ്ട് എന്തോ ആയിക്കോട്ടെ, നമ്മൾ വിൽക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണോ ആ ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഫേമിന്റെ വില്ലിംഗ്നെസിനെ കുറിച്ചുള്ള റേറ്റിംഗ് ഏജൻസിയുടെ ഒപ്പീനിയൻ ആണ് എന്ത്, റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം കൊടുത്താൽ മതി. ഒരു ഫേമിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ആ ഫേം ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിന് റേറ്റിംഗ് കൊടുക്കും. ആ റേറ്റിംഗ് കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഓക്കെ, പ്രധാനമായും റേറ്റിംഗ് കൊടുക്കുന്ന എപ്പോഴും ഡിബഞ്ചേഴ്സിന്റെ ബോർഡിനൊക്കെ ആയിരിക്കും. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിനാണ് എപ്പോഴും എന്ത് കൊടുക്കുക, റേറ്റിംഗ് പ്രധാനമായിട്ടും കൊടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡിബഞ്ചർ ബോണ്ട് പോലെയുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിനാണ് എപ്പോഴും റേറ്റിംഗ് സാധാരണയായിട്ട് നൽകി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിന് റേറ്റിംഗ് കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ആ റേറ്റിംഗ് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, ക്രിസിൽ പോലെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ഇത് ഒരു സർവീസാ, അതിൽ അവർക്ക് എന്ത് കിട്ടും, പേയ്മെന്റ് കിട്ടും, ഫീ ബേസ്ഡ് ആണ്. ഓക്കെ, നോർമലി നമ്മൾ ഒരു ഫിലിമിനൊക്കെ റേറ്റിംഗ് കൊടുക്കുന്ന പോലെ കമ്പനിക്ക് റേറ്റിംഗ് കൊടുക്കും. അതിങ്ങനെ സിമ്പിൾ ആയിട്ടായിരിക്കും എന്ത് കൊടുക്കുക. ഇപ്പൊ റേറ്റിംഗ് കാണുമ്പോൾ ഒരു ഇൻവെസ്റ്ററിന് മനസ്സിലാവും ഇതിന് സേഫ്റ്റി കൂടുതലാണോ, റിസ്ക് കൂടുതലാണോ, ഇത് വാങ്ങണോ വേണ്ട എന്ന് ആർക്ക് തീരുമാനിക്കാം, ഇൻവെസ്റ്ററിന് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെ റേറ്റിംഗ് കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഇത് ഏതാണ്, ഇതും ഒരു ഫീ ബേസ്ഡ് സർവീസസ് ആണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഓക്കെ, റേറ്റിംഗ് കൊടുക്കുന്നത് എന്തിനാ, സെക്യൂരിറ്റിക്കാണേ, ഡിവിഷൻ ബോർഡിനൊക്കെയാണ്. പക്ഷെ ഡിവിഷൻ ബോർഡിന് റേറ്റിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏതാണോ ഫേം, ആ ഫേം ഇൻകോർപ്പറേറ്റ് ചെയ്തത് മുതൽ, ആരംഭിച്ചത് മുതൽ ഇപ്പോൾ ഈ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് വരെ, ഈ ഡിബഞ്ചറും ബോണ്ടും പബ്ലിക്കിന് വിൽക്കാൻ പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായ പരിശോധന ശേഷം മാത്രമേ ഏജൻസി എന്ത് കൊടുക്കൂ, റേറ്റിംഗ് കൊടുക്കൂ. ഇൻസ്ട്രുമെന്റ്സിനാണ് റേറ്റിംഗ് കൊടുക്കുന്നതെങ്കിൽ പോലും ആ റേറ്റിംഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ ഫേമിന്റെ വില്ലിംഗ്നെസ്സിനെ, എബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫേമിന് പ്രോഫിറ്റബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ റേറ്റിംഗ് എന്ത് ചെയ്യും, കുറയും. അതാണ് അപ്പൊ റേറ്റിംഗ് കാണുന്ന ഇൻവെസ്റ്റേഴ്സിന് അത് വാങ്ങണോ വേണ്ട എന്ന് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, തീരുമാനിക്കാം. അതാണ് റേറ്റിംഗ്. അതേപോലെ മറ്റൊരു ഫീ ബേസ്ഡ് സർവീസസ് ആണ് ഈ പറയുന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ്. ബ്രോക്കേഴ്സ് നമ്മുടെ എക്സ്ചേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഇന്റർമീഡിയറീസ് ആണ് ആരാ, ബ്രോക്കേഴ്സ്. അപ്പൊ ഈ ബ്രോക്കേഴ്സിന്റെ സർവീസിനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസസ് റെഫേഴ്സ് ടു ദോസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അപ്പൊ ബ്രോക്കേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെയും ചേർത്ത് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയാം. സ്റ്റോക്ക് ബ്രോക്കർ ഈസ് എ മെമ്പർ ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹു ഫെസിലിറ്റേറ്റ്സ് സെക്യൂരിറ്റീസിന്റെ ട്രാൻസാക്ഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സെക്കൻഡറി മാർക്കറ്റില്, സ്റ്റോക്ക് എക്സ്ചേഞ്ചില് സെക്യൂരിറ്റീസിന്റെ ട്രാൻസാക്ഷനെ സഹായിക്കുന്ന ആ എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സ് ആണ് ആര്, ബ്രോക്കേഴ്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസിന്റെ ട്രാൻസാക്ഷന് സഹായിക്കുന്ന ആ എക്സ്ചേഞ്ചിൽ മെമ്പർഷിപ്പ് ഉള്ള, സെബിയുടെ ഒക്കെ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തികളാണ് ആരാ, ബ്രോക്കേഴ്സ്. ഈ ബ്രോക്കേഴ്സ് ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയാം. ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്, ഇതൊക്കെ ഫീ ബേസ്ഡ് സർവീസസിന് എക്സാമ്പിൾ. അപ്പൊ പ്രധാനപ്പെട്ട ഫണ്ട് ബേസ്ഡ് സർവീസസ് ഏതൊക്കെയാണെന്നും ഫീ ബേസ്ഡ് ഏതൊക്കെയാണെന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു. ഫണ്ട് ബേസ്ഡ് ഏതൊക്കെയാണ്, ഇപ്പൊ വെഞ്ചർ ക്യാപിറ്റല്, ലീസിങ്, ഫാക്ടറിങ്, ഇതൊക്കെ ഇതിനകത്ത് വരും. അതുപോലെ ഹയർ പർച്ചേസ്, ഇൻഷുറൻസ്, ഇതെല്ലാം ഏതാ, ഫണ്ട് ബേസ്ഡാ. ഫീ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്തുവാ, നമ്മളൊരു സർവീസ് ചെയ്യുന്ന പകരം ഫീ ബേസ്ഡ് ആണ്. ഫീ ബേസ്ഡ് പറയാൻ ഏതൊക്കെ വരും, നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് റേറ്റിംഗ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് റേറ്റിംഗ് വരുന്നുണ്ട്, ഇഷ്യൂ മാനേജ്മെന്റ് വരുന്നുണ്ട്, കോർപ്പറേറ്റ് കൗൺസിലിംഗ് വരുന്നുണ്ട്. അതൊക്കെ ഏത് ബേസ്ഡ് ആണ്, ഫീ ബേസ്ഡ് ആണ്. അപ്പൊ രണ്ടും എക്സാമ്പിൾസ്, ഫണ്ട് ബേസ്ഡ് ഏതൊക്കെയാണ്, ഫീ ബേസ്ഡ് ഏതൊക്കെയാണ് എന്നുള്ള എക്സാമ്പിൾ
നോക്കി വെച്ചിരിക്കണം. ഇനി നമ്മൾ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ് ഏതൊക്കെയാണ് സർവീസ് എന്നുള്ളത്.